സുഹൃത്തുക്കളെ, മൈ ഗെയിമിൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മളെ ചാനലിൽ ഒരു 1.5 മാസം മുന്നേ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. നമ്മളെ റീലായിട്ട് ഒരു വീഡിയോ ഇൻസ്റ്റാഗ്രാം പേജിലൊക്കെ അപ്ലോഡ് ചെയ്തിരുന്നു. അതായത് വർഷങ്ങളുടെ പ്രയത്നം കൊണ്ട് ഒരു ഷോപ്പ്, ഒരു സ്റ്റിച്ചിങ് യൂണിറ്റൊക്കെ കൂടിയായിട്ടുള്ള ഒരു ഷോപ്പ് ക്രമേണ ഡെവലപ്പായി വന്ന് ഒരു വലിയ ഷോപ്പായി മാറാൻ പോകുന്നു. സ്പോർട്സ് രംഗത്ത് വയനാട്ടിലെ ഏറ്റവും ടോപ്പ് ഷോപ്പായി മാറാൻ പോകുന്ന ട്രെൻഡ് സ്പോർട്സിനെ കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. ഒരു 1.5 മാസം കൊണ്ട് അത് യാഥാർത്ഥ്യമാകും എന്നും ഞാൻ പറഞ്ഞിരുന്നു. ഇന്നിപ്പോൾ ഞാൻ നിൽക്കുന്നത് നമ്മുടെ വയനാട് ജില്ലയിലെ കൽപ്പറ്റയിലെ ട്രെൻഡ് സ്പോർട്സിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ഔട്ട്ലെറ്റിലാണുള്ളത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ്റെ ചുറ്റും നിങ്ങൾക്ക് കാണാൻ പറ്റിയ ഒരുപാട് സാധനങ്ങളുണ്ട്. സ്പോർട്സുമായി റിലേറ്റഡ് ആയിട്ടുള്ള, അതുപോലെ തന്നെ യൂണിഫോംസൊക്കെ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ ഈ ഷോപ്പിൽ നിങ്ങൾക്ക് കാണിച്ചു തരാനുണ്ട്. ഈ ഷോപ്പ് ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു തരാനുള്ള കാര്യം, ഒരുപക്ഷെ ഇവിടെ എല്ലാം ഒരു കുടക്കീഴിൽ കിട്ടും. നിങ്ങൾക്ക് ജെയ്സി സ്റ്റിച്ച് ചെയ്യാനോ, അതുപോലെ തന്നെ ബാക്കി ഡ്രസ്സുകൾ സ്റ്റിച്ച് ചെയ്യാൻ, അതുപോലെ ബാഗുകൾ ഇതൊക്കെ സ്വന്തം പ്രിൻ്റോട് കൂടി സ്റ്റിച്ച് ചെയ്യുന്ന ഏറ്റവും കോസ്റ്റ് കുറച്ച് ക്വാളിറ്റി സാധനം നിങ്ങൾക്ക് കിട്ടാൻ പറ്റുന്ന ഒരു ഷോപ്പിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത്. കാരണം ഇന്ന് പല സ്ഥലങ്ങളിലും ജേഴ്സി സ്റ്റിച്ചിങ് നടക്കുന്നുണ്ട്, പല ക്വാളിറ്റിയിൽ സാധനങ്ങൾ കൊടുക്കുന്നുണ്ട്. പക്ഷേ ക്വാളിറ്റിയിൽ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യാതെ സ്വന്തം പ്രൊഡക്ഷൻ യൂണിറ്റ് ഉള്ളത് കൊണ്ട് തന്നെ എല്ലാ സാധനങ്ങൾ എന്താണെന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ സ്പോർട്സുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് സാധനങ്ങളുണ്ട്. ഈ സാധനങ്ങൾ ട്രോഫി ആവട്ടെ, ബോൾസ് ആവട്ടെ, ഷൂസ് ആവട്ടെ, ബൂട്ട്സ് ആവട്ടെ, അങ്ങനെ ഫുട്ബോളുമായും ക്രിക്കറ്റുമായും ബാഡ്മിൻ്റൺ, എന്ത് സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെ സാധനങ്ങളുണ്ടോ അതൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും കിട്ടുന്ന ഒരു ഷോപ്പാണ് ട്രെൻഡ് സ്പോർട്സ്. അപ്പോൾ ഒരു സൈഡിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എൻ്റെ കൂടെ ഈ ഷോപ്പിൻ്റെ മാനേജറായിട്ടുള്ള അസീലത്തെ കൂടി കാണിച്ചു തരും നമുക്ക് കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ ഇത് ഈ ഒരു ട്രോഫി കളക്ഷൻ്റെ ചെറിയൊരു ഭാഗം അല്ലേ? ഇതിന്റെ ശരിയായിട്ടുള്ള നിങ്ങളെ ഗോഡൌണൊക്കെ വേറെ തന്നെ അല്ലേ? വേറെ ഉണ്ട്. ആ ഗോഡൌണിന്റെ ഒക്കെ നമുക്ക് കാണിച്ചു കൊടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ട്രോഫി ഇതാ. ഇതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം ഉണ്ട്, നമ്മളെ പ്രീമിയർ ലീഗിന്റെ ഒരു സാധനം ഉണ്ട്. അതിന്റെ ഏറ്റവും ചെറുത് 3-4 ടൈപ്പ് സാധനം അല്ലേ? പ്രീമിയർ ലീഗ് ഇങ്ങനത്തെ വെറൈറ്റി സാധനങ്ങൾ ഇവിടെ ഉണ്ട്. ഓക്കെ, അതിലത്തെ ഈ സാധനം ഉണ്ടല്ലോ, മിസ്റ്റർ വയനാട് എന്ന് എഴുതിയ ഈ ഒരു ഇത് നമ്മളിപ്പോൾ കല്യാണത്തിനൊക്കെ ബ്രൈറ്റ് ടു ബി എന്നൊക്കെ ഇങ്ങനെ കാണലുണ്ട്, മം ടു ബി. അപ്പോൾ ഈ സാധനം ഇവിടെ സ്റ്റിച്ച് ചെയ്യുന്നതാണോ? ഇത് പ്രിന്റ് ചെയ്യുന്നത്? അപ്പോൾ ഇത് നമ്മൾ ട്രോഫിയിലൊക്കെ കൊടുക്കാൻ അങ്ങനെ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ ചെയ്ത ഒരു സാമ്പിൾ ഇവിടെ ഉണ്ട്. ട്രോഫി ഉണ്ട് അല്ലേ? ഓക്കെ ഇങ്ങനത്തെ സാധനമൊക്കെ ഇവിടെ പ്രിന്റ് ചെയ്ത് തരും. നമ്മൾ പല സാധനങ്ങൾക്കും തിരഞ്ഞെടുക്കുന്ന കുറേ സാധനങ്ങളുണ്ട്. അതായത് നമ്മൾ ജെയ്സി, ടൈറ്റർ, അതുപോലെ തന്നെ സ്വന്തം ഷർട്ടിലൊക്കെ നമ്മൾ വിചാരിക്കുന്നത്, ഞാനിപ്പോൾ എൻ്റെ മൈ ഗെയിമിൻ്റെ എംബ്ലം എൻ്റെ കുറച്ച് ഷർട്ട്സിലൊക്കെ അത് സ്റ്റിച്ച് ചെയ്യിക്കണം അല്ലെങ്കിൽ പ്രിന്റ് ചെയ്യിക്കണം എന്നൊക്കെ വിചാരിക്കാറുണ്ട്. പക്ഷേ ഇതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം കുറേ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു ഫീലിംഗ് ആയിരുന്നു. ഇപ്പോൾ ട്രെൻഡ് സ്പോർട്സിൽ ഇതുപോലെയുള്ള എല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് എന്താണോ നിങ്ങൾ പ്രിന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പോൾ കാഷ്വലായിട്ട് യൂസ് ചെയ്യുന്ന ടീഷർട്ടിലായാലും അതുപോലെ തന്നെ ജേഴ്സിയിലായാലും ഒക്കെ അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ സാധനങ്ങളിലൊക്കെ ഈ പ്രിൻ്റ് ഉണ്ട്. അതുപോലെ തന്നെ ബാഗ്, യൂണിഫോംസിൻ്റെ പിന്നെ വേറെ തന്നെ സ്കൂൾ യൂണിഫോം, ബാക്കിയുള്ള പോലീസ്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ അവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ നിലക്കും എല്ലാ സാധനങ്ങളും ഒന്നിച്ച് കിട്ടുന്ന ഒരു ഷോപ്പ് എന്നുള്ള നിലക്കാണ് ഞാൻ നിങ്ങൾക്ക് ട്രെൻഡ് സ്പോർട്സ് കാണിച്ചു തരുന്നത്. ഓക്കെ, ഇനി ഇവരെ സ്റ്റിച്ചിങ് യൂണിറ്റ് കാണിച്ചു തരാം. ഇത്രയും മെഷീനറീസും ഇത്രയും എക്യുപ്മെൻറ്റ്സും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഇവിടുന്ന് നിങ്ങൾക്ക് കോസ്റ്റ് കുറച്ച് സാധനം കിട്ടും. നിങ്ങളെ ട്രാവലിംഗ് എക്സ്പെൻസും അതുപോലെ തന്നെ അങ്ങനത്തെ എക്സ്പെൻസൊക്കെ കുറക്കാൻ പറ്റും. ഓക്കെ, നമ്മൾ പിന്നെ ടീഷർട്ടിലൊക്കെ പ്രിന്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ നേരത്തെ ക്യാപ്പിൽ ചെയ്തിട്ടുള്ള സെയിം പ്രിന്റ് തന്നെയാണ് ഇതിലും ചെയ്യുന്നത്. നമ്മൾ തരുന്ന സാധനം എങ്ങനെയാണോ വേണ്ടത് അതേപോലെ നമ്മൾ പ്രിന്റ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് കാഷ്വൽ യൂസിനുള്ള സാധനത്തിലും പ്രിന്റ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, ഫൈൻ. പിന്നെ ജേഴ്സികൾ, നമ്മൾ ജേഴ്സി 2-3 ഫാബ്രിക്കിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇന്നല്ല എല്ലാ ഫാബ്രിക്കും നമ്മൾ ഫസ്റ്റ് ക്വാളിറ്റി മെറ്റീരിയൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത് ഈ സാധനങ്ങളിലെ ഇങ്ങനെ ലോവർ ഇതൊക്കെ ഇവിടെ പ്രിന്റ് നമ്മൾ തന്നെ ചെയ്യുന്നതാണ്. ക്വാളിറ്റി, നല്ല ക്വാളിറ്റി സാധനം ഇവിടെ തന്നെ പ്രിന്റ് ചെയ്യുന്നതായതുകൊണ്ട് ആ ഒരു ബഡ്ജറ്റിൽ നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. ക്യാപ്റ്റന്റെ സ്റ്റോക്കിങ്സ് ഉണ്ട്, അതുപോലെ തന്നെ കുറെ ബൂട്ടുകൾ, ഷൂസ് ഒക്കെ. അല്ല, കിറ്റന്റെ സാധനം എങ്ങനെ നിങ്ങൾക്ക് ഇവിടെ? നമ്മള് ഡെക്കാത്തലോണ്ട് ഡീലർഷിപ്പ് എടുത്തിട്ടുണ്ട്. വയനാട്ടില് നമ്മൾ മാത്രമേ ഉള്ളൂ ഡീലർഷിപ്പ് എടുത്തിട്ടുണ്ട്. അപ്പൊ ഡെക്കാത്തലിന്റെ സാധനം കിട്ടും. ഡെക്കാത്തലം മൊത്തത്തിൽ ഡിമാൻഡുള്ള സാധനമാണ്. ഓക്കെ, കാരണം റീപ്ലേസ്മെന്റും കാര്യങ്ങളൊക്കെ തരുന്ന സാധനമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഡെക്കാത്തലിന്റെ ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ? ജാക്കറ്റ് ഉണ്ട്, ഷോർട്സ് ഉണ്ട്, എല്ലാ സാധനവും. ഓക്കെ, ഫൈൻ. ഗോൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നത്. ഇനി വളരെ പ്രധാനപ്പെട്ട കാണിച്ചു തരാനുള്ള ഒരു സാധനം കൂടി ഉണ്ട്. നമ്മളെ സ്റ്റിച്ചിങ് യൂണിറ്റും അതുപോലെ തന്നെ ഡിസൈനിങ് സെൻറ്ററും അതുപോലെ സബ്ലിമേഷൻ ചെയ്യുന്നതൊക്കെ മെഷീൻസും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് കാണിച്ചു തരാം. കമാൺ, അത് കഴിഞ്ഞ് ഈ വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാം.
സോ ഇതാണ് ഇവിടുത്തെ സ്റ്റിച്ചിങ് യൂണിറ്റ്. വിശാലമായ സ്റ്റിച്ചിങ് യൂണിറ്റ് ഉണ്ട്. അതുപോലെ തന്നെ സബ്ലിമേഷൻ മെഷീൻസും ഡിസൈനേഴ്സും ഒക്കെ അപ്പുറത്തുണ്ട്. അതൊക്കെ നമുക്ക് കാണാം. ഓക്കെ, ഇതാണ് നമ്മളെ ഡിസൈനിങ് റൂം വരുന്നത്. ഇതാണ് ഡിസൈനേഴ്സ്. വിപിൻ ഫൈൻ, ആയിക്കോട്ടെ. അപ്പോൾ ഇവിടെ തന്നെ ഇതിൻ്റെ തല കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഡിസൈനൊക്കെ ഉണ്ടാക്കുന്ന ഇവിടെ നിന്നാണ് അല്ലേ? ഓക്കെ. അപ്പോൾ ഇത് പ്രിന്റിൻ്റെ അല്ലേ? ഇത് നമ്മൾ ക്യാപ്പിന്റെയും ടീഷർട്സിന്റെ ഒക്കെ പ്രിന്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ, ആ ഒരു മെഷീനാണ്. ഇതാണ് സബ്ലിമേഷൻ മെഷീൻ എന്ന് പറഞ്ഞു. ഇപ്പൊ ഈ വന്നുകൊടുക്കുന്ന സാധനല്ലേ, ഇതെന്താ സംഭവം? സബ്ലിമേഷന്റെ പ്രിന്റ് ആണ് ഈ പേപ്പറില്. ഈ പേപ്പർ എന്നിട്ട് ഈ പേപ്പർ നമ്മൾ ക്ലോത്തിലേക്ക് ഫ്യൂസ് ചെയ്തെടുക്കുക ചെയ്യുന്നത്. വൈറ്റ് ക്ലോത്ത് ആയിരിക്കും, അതിലേക്ക് ഫ്യൂസ് ചെയ്തിട്ട് എടുക്കുക. വൈറ്റ് ക്ലോത്തിലേക്ക് ഈ സാധനം ഫ്യൂസ് ചെയ്തെടുക്കും. അപ്പോ ഈ ഇത് കൊണ്ടുപോയി ഓക്കെ ചെയ്യാം. നമുക്ക് കാണാൻ പറ്റുമോ? കാണാൻ പറ്റും, കാണാം. അപ്പൊ ഇന്ന് ഈ ഒരു ജേഴ്സി അടിക്കുന്നതും കൂടി കാണാം എങ്ങനെയാണ്. അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഓരോ ജേഴ്സിക്കും ഇതിങ്ങനെ ഓരോ പ്രിന്റ് എടുക്കണോ? മീൻസ് ഇപ്പൊ ഒരു ടീമിലെ 16 ആൾക്ക് വേണ്ടിട്ട് ഒരു ജേഴ്സി നമ്പർ മാറ്റമുള്ളതുകൊണ്ട് അല്ലേ? അപ്പൊ ഇത് അടിച്ച് കിട്ടാൻ വൈകുന്നതിന് നമ്മള് ദേഷ്യം പിടിച്ചിട്ട് കാര്യമില്ല. സമയം എടുക്കുന്നതിന്റെ കാരണം. ഓക്കെ, ജേഴ്സി അടിച്ചിട്ട് 4 ദിവസം കഴിഞ്ഞ് കിട്ടാൻ എന്നുള്ള പ്രശ്നം പറയുന്നില്ലേ? അല്ലെങ്കിൽ പെട്ടെന്ന് കൊടുത്തിട്ട് കിട്ടുന്നില്ല എന്നുള്ള പ്രശ്നം പറയുന്നില്ലേ? ഇതാണ് വിഷയം. ഇത്രയും സമയം ഓരോന്നും എടുക്കുന്നുണ്ട്, അതിനനുസരിച്ച് വേണം അപ്പുറത്ത് കൊണ്ടുപോയി ഫ്യൂസ് ചെയ്യാൻ. ഇനി നമ്പർ ഇല്ലാതാണ് ചിലപ്പോൾ കുറച്ചുകൂടി പെട്ടെന്ന്. നേരത്തെ അവിടുന്ന് കണ്ട ശ്രീജിത്ത്, അതുപോലെ തന്നെ എന്താണ് മാത്യൂസ് ജെ, ആ രണ്ടാൾക്കാരെയും അവിടുന്ന് സബ്ലിമേഷൻ ചെയ്ത് ഇറക്കിയത് ഇവിടെ പ്രിന്റ് ചെയ്യാൻ പോകണം, ഫ്യൂസ് ചെയ്യാൻ പോകണം അല്ലേ? ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഓക്കെ, മാത്യൂസ്. ഓക്കെ, അപ്പോൾ ശ്രീജിത്തുമായി ഇനി ഇത് നേരെ കട്ടിങ്ങിലേക്ക് പോകും. അവർ കട്ട് ചെയ്ത് റെഡിയാക്കി സ്റ്റിച്ചിങ്ങിലേക്ക് പോകും. സ്റ്റിച്ച് ചെയ്യും, ജേഴ്സി. ഓക്കെ, കമോൺ. ഇങ്ങനത്തെ സാധനം കാണുന്നത് നമ്മളെ ലോഗോ ഇതാ അതിൻ്റെ ഉള്ളിലിട്ടിട്ടുണ്ട്. ഇനി ഇത് ഹീറ്റ് ചെയ്തിട്ട് സ്റ്റിക്കറായി മാറും. ഓക്കെ, ഇനി ഈ സ്റ്റിക്കറാണ് ഒട്ടിക്കുക. ഗെയിമിൻ്റെ ക്യാപ്പ് റെഡി കേട്ടോ, ക്യാപ്പ് റെഡി. ഇത് എത്ര സെക്കൻഡ് ഹോൾഡ് ചെയ്യണം? 8 സെക്കൻഡ്. മച്ച അപ്പോൾ ഇതാണ് ട്രാൻസ്പോർട്സിൻ്റെ നിങ്ങൾക്ക് കാണിക്കേണ്ട സാധനങ്ങളൊക്കെ ഞാൻ കാണിച്ചു എന്നാണ് വിചാരിക്കുന്നത്. ഇവിടെ മാന്യമായ വിലക്ക് ക്വാളിറ്റി സാധനങ്ങൾ നിങ്ങൾക്ക് കിട്ടും. വില കുറക്കാൻ വേണ്ടി ഏത് തരം താഴ്ന്ന ക്വാളിറ്റിയിലേക്കും ട്രാൻസ്പോർട്സ് പോകില്ല എന്ന് ഉറപ്പാണ്. സോ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ നിങ്ങൾക്ക് വേണമെന്നെങ്കിൽ ട്രാൻസ്പോർട്സിൽ വരാം. ട്രാൻസ്പോർട്സിൻ്റെ ലൊക്കേഷൻ നമ്മളെ കൽപ്പറ്റ കുര്യാസ് ബിൽഡിംഗ്, അതായത് മലബാർ ഗോൾഡിൻ്റെ ഒക്കെ അടുത്തായിട്ട് വരും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് സാധനത്തിനും A to Z സാധനങ്ങൾക്ക് ട്രാൻസ്പോർട്സിൽ വന്നാൽ കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ കാണിച്ചതുപോലെ തന്നെ ഒരു 100 രൂപേൻ്റെ കുറേ ജേഴ്സികളുടെ ഓഫർ നടക്കുന്നുണ്ട്. ഇപ്പോൾ വരികയാണെങ്കിൽ നിങ്ങൾക്ക് അത് കൊണ്ടുപോകാം. ഇനി പല സമയത്തായിട്ട് എന്തെങ്കിലുമൊക്കെ ഓഫർ ഇവിടെ എപ്പോഴും ഉണ്ടാവും. സോ യൂട്ടിലൈസ് ദിസ് ഓപ്പർച്യൂണിറ്റി. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ പോവാണ്. ട്രാൻസ്പോർട്സ് നിങ്ങൾക്ക് കാണിച്ച് തരാൻ പറ്റിയതിൽ വലിയ സന്തോഷം അറിയിക്കുന്നു. എന്താ? ഓക്കെ, താങ്ക് യു. ഇത് ജേഴ്സി. ഓക്കെ, അപ്പോൾ ഇതും കൂടി ഒന്ന് കാണിച്ചു കൊടുക്കാം. നമുക്ക് ട്രാൻസ്പോർട്സിൻ്റെ വക ഒരു ജേഴ്സി സമ്മാനം തന്നിട്ടുണ്ട്. ഇത് ഓൾറെഡി പ്രിൻ്റാണ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ക്യാപ്പ് ഞാൻ പോയി കണ്ടിരുന്നു പ്രിൻ്റ് ചെയ്യുന്നതൊക്കെ. സോ ഇതാ നമ്മളെ ലോഗോ ഒക്കെ അടിച്ചിട്ട് അടിപൊളിയാക്കിയിട്ട് തരുന്നുണ്ട്. സോ താങ്ക് യു. വീഡിയോ അവസാനിപ്പിക്കുന്നു. പുതിയ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ നിങ്ങൾക്കെല്ലാം ശുഭദിനം ആശംസിക്കുന്നു.